അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഹായ് റസ്മിൻ ബായ്, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. പുറത്തുനിന്ന് കുഴിമന്തിയും ബിരിയാണിയും കഴിക്കാൻ വേണ്ടി റസ്മിൻ വന്നിരിക്കുകയാണ്. കൊടുത്തിട്ടേ വിടുള്ളൂ. അയ്യോ, ഇപ്പൊ രേഷൻ ഇത് കൊടുത്ത് മറ്റേ കാന്താരി മുളക് കൊടുത്ത്. അതെ, റസ്മിൻ എന്തായാലും വന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോ പിന്നെ കാറിൽ കയറിയിരിക്കുക എന്നുള്ളതാണല്ലോ ബേസിക് അതിൻ്റെതായിട്ടുള്ള രീതി. അതെ, അപ്പോ സ്വാസിക, ആക്ട്രസ് സ്വാസിക ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഒരു കാര്യം പറഞ്ഞു. ഇതിന് മുമ്പ് ഇത് അവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ് വിവാദമായ ഒരു സംഗതി, വിവാദം ഇൻ ദ സെൻസ് അവരവരുടെ കാര്യം പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് അത് കേട്ടപ്പോൾ അതിലൊരു അഭിപ്രായം പറയാൻ തോന്നി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിലൊക്കെ അതിന്റെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് ഇക്വാലിറ്റി വേണ്ട, ഭർത്താവിന് താഴെ ജീവിക്കാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയില്ല. വളരെ ചെറിയ പ്രായത്തിലെ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കാലുപിടി നിൽക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യണമെന്ന്, ഇത് ഇങ്ങനെ ജീവിക്കാനാണ് അല്ല ചെയ്യുന്നതെന്നോ അത് ശരിയാണെന്നോ ഞാൻ പറയില്ല. എന്നാൽ ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതെ, ചെറുതായി എഴുതിയത് കൊണ്ട് സ്നേഹിക്ക് കണ്ടുപിടിച്ചില്ല, വയസ്സായി. ഓക്കെ, ഇതാണ് സ്വാസിക ഇന്റർവ്യൂവിനിടെ പറഞ്ഞ കാര്യം. ആ ഇന്റർവ്യൂവിൽ ഇത് മാത്രമൊന്നുമല്ല, അവര് മറ്റേ സിനിമ റീസെന്റ് അവർ ലുബർപന്ത് സിനിമയിൽ അവർ ചെയ്ത റോളും, പിന്നെ ഒരു എന്താ പറയാ സീരിയൽ ആക്ട്രസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ സിനിമയൊപ്പം ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമാണ് ഡിസ്കഷനിൽ വരുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല, ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായം ഉണ്ടല്ലോ, അപ്പോഴേ ഞാൻ തീരുമാനിച്ച. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇവരാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കും അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക്. അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള, ഇപ്പൊ അമീനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം, അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതല്ല പെർഫെക്റ്റ് സ്ത്രീ. സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം. അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം. കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വേറൊരു സംഭവമല്ല, അത് നോർമൽ ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ്. എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എൻ്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട. എനിക്ക് ഈ ഫ്രീഡം വേണ്ട. ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് എൻ്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ്. എനിക്കിപ്പോ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഹസ്ബൻഡൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും, അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും, അല്ലെങ്കിൽ ഒരു കാര്യം അവരടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. എന്താണ് പറയാനുള്ളത്? ഇത് സ്വാസികന്റെ പ്യുവർലി പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അത് സ്വാസികന്റെ താല്പര്യമാണ്. എന്റെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ് ഉണ്ടാവുക. അതെന്തായാലും ഞാൻ അങ്ങനെ അല്ല, അത് തന്നെ. അതായത് സ്വാസിക പറഞ്ഞ കാര്യങ്ങള് പുള്ളിക്കാരത്തിക്ക് എന്താണോ വേണ്ടത് അതാണ് പറയുന്നത്. ആൻഡ് സ്വാസികക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇക്വാലിറ്റി എന്താണെന്നും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ്, എനിക്കിപ്പോൾ കേട്ടതിൽ മനസ്സിലായി എന്തൊക്കെ വേണം എന്നുള്ളതും പുള്ളിക്കാരത്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഷീ ഡിസൈഡഡ് ടു ചൂസ് ദാറ്റ്. ഏതാ ഈ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ അണ്ടറിൽ നിൽക്കുക, ആ ഒരു രീതിയിൽ. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എവിടെയെങ്കിലും ഇത് ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തോ? ഇല്ല, എനിക്ക് തോന്നില്ല. കാരണം പ്രോപ്പർ ആയിട്ട് സ്വാസിക എന്റെ ഇഷ്ടമാണ് ഇത്, നിങ്ങൾ ആരും ചെയ്യരുതെന്നും പറയുന്നുണ്ട്. But comment box and other WhatsApp universe says that she is glorifying the കുലസ്ത്രീ concept. നോ, എനിക്ക് പുള്ളിക്കാരിയെ കുലസ്ത്രീ ആയിട്ട് സംസാരിക്കണമല്ലോ തോന്നില്ല. ഒരിക്കലും ഇല്ല. പുള്ളിക്കാരത്തേക്ക് എന്താണോ ഫീൽ ചെയ്തത്, എന്താണോ വേണ്ടത്, അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാക്കിയുള്ളവരുടെ കാര്യമല്ല, കണ്ടുപഠിച്ചതല്ല. അച്ഛനും അമ്മയും നേരെ ഓപ്പോസിറ്റ് ആണെന്നും പറയുന്നുണ്ട്. ഞാനൊരു കാര്യം, എന്താണ് ഫ്രീഡം? ഫ്രീഡം ഒരാൾ കൊടുക്കേണ്ടതല്ല, നമ്മള് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണ. അതെ, നമ്മൾക്ക് എന്താണോ വേണ്ട. ഇപ്പൊ എനിക്കൊന്ന് ഇറങ്ങി നടക്കാൻ തോന്നി, നടക്കുക, അതല്ലേ ഫ്രീഡം. യെസ്, ഓഫ് കോഴ്സ്. സ്വാസികയുടെ വ്ളോഗ്സ് ഉണ്ട്, കാണുന്നുണ്ടോ? ഇല്ല, കാണില്ല. ഞാൻ കാണാറുണ്ട്. സ്വാസികയുടെ വ്ളോഗ്സ് ഉണ്ട്. അതിലൊക്കെ ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവര് നടക്കുന്നത്, ഇവരുടെ കാര്യങ്ങൾ, ഇവരുടെ ഡേ ലൈഫ് ഒക്കെ ഇവര് കാണിക്കാറുണ്ട്.
സ്വാസിക ഭയങ്കര ഫ്രീഡം, ഭയങ്കര ഫ്രീ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക. ഈ ഇതിൽ സംസാരിക്കുന്ന പോലെ കാലുപിടുത്തം കൈപിടുത്തം സ്കീമൊന്നും കയ്യിൽ കാണാൻ പറ്റില്ല. സോ എൻഡ് ഓഫ് ദ ഡേ ഫ്രീഡം എന്ന് പറയുന്ന കാര്യം അതൊരു കല്യാണത്തേക്ക് വരുമ്പോട്ടെ റസ്മിൻ ഭായി നമുക്ക് നട്ടാ കല്യാണം കഴിച്ചു, ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് ഫ്രീഡം എന്ന് പറയുന്നത് എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഈക്വൽ സ്പേസ് അല്ലേ. അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഇപ്പൊ ഞാൻ കറക്റ്റ്. അല്ല ഞാൻ പറയാ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യണം വേണമെന്ന് സ്നേഹം ചോദിച്ചു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണ്ടേ, അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ഞാൻ അതാ പറയാം, അതാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കലല്ല, കോൺട്രിബ്യൂട്ട്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഞാൻ സ്നേഹം പുറത്തിറങ്ങുമ്പോ ഗംഗ ഇന്ന് പോണ്ട പരിപാടി നടക്കൂ? ഇല്ല. പറഞ്ഞോ ഈ എന്ന് പറഞ്ഞു നോക്കി നോട്ടീഷൻ അയക്കും, വക്കീൽ നോട്ടീസ്. ഗൈസ് നമ്മുടെ ടോപ്പിക് സോറി സത്യം ഇവൾക്ക് അയക്കും, അതോടുകൂടി ഞാൻ പറ്റും, ഞാൻ സാക്ഷിയാൻ വേണ്ടി വരുമോ? ഇവളൊപ്പിടുന്നു. അപ്പോ ഇപ്പൊ സ്വാസിക പറയുന്നത് വെച്ച് നോക്കുമ്പോ സ്വാസിക ഇപ്പൊ തിങ്ക് ചെയ്യുന്ന എന്താ, സ്വാസികക്ക് ഒരു പക്ക പൂമുഖവാതിൽക്കൽ സ്നേഹമിടർത്തുന്ന പൂന്തിങ്ങളായി നിൽക്കാനാണ് ആഗ്രഹം. അതൊരാളുടെ ഫാന്റസിയാണ്. അല്ല ഞാൻ കേട്ടെ, ഇത് സ്വാസിക എന്തിലേം കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം പണ്ടത്തെ സിനിമകളാണെങ്കിലും വീട്ടിലെ പണ്ടത്തെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൾക്കാരിൽ നിന്ന് കണ്ടതും പണ്ടത്തെ മാത്രമല്ല ഇപ്പത്തും ചില സൊസൈറ്റി അങ്ങനെയാണ്. അതൊക്കെ സ്നേഹം വിടർത്തുന്ന വരിയാണോ സ്നേഹം? നിന്നെ പറയണ്ട, ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഞാൻ വെറുതെ ഇവള് പൂമുഖവാതിൽക്കലും ഒലക്കിയും കൊണ്ടിരിക്കല്. അല്ല സ്വാസിക പറഞ്ഞ വേറൊരു കാര്യം കണ്ടതില് മേ ബി ഇൻ ഫ്യൂച്ചർ മാറാം, അതും പറയുന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് പുസ്തകമൊക്കെ വായിച്ച് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാറാം, പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. പിന്നെ അതും താല്പര്യമില്ല, ടീനേജ് മുതലേ അങ്ങനെ ഒരു ഫാന്റസി ലോകത്തിലാണെന്ന് പറയുന്നുണ്ട്. ഇനി അത് വരാനും പോകുന്നില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ മൂന്നാമതൊരാള് ഇത് ഇൻഫ്ലുവൻസ് ആവേണ്ട കാര്യമില്ല, ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഇതാണ് ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെ നാളെ എന്തൊക്കെ ഈ ലോകം മാറിയാലും ഇപ്പൊ നമ്മൾ പറയല്ലോ, ഇപ്പം എന്താ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു, സ്ത്രീകൾ ഭയങ്കര ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും സ്ത്രീകൾക്ക് നാളെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഡെലിബറേറ്റ്ലി എടുത്തൊരു തീരുമാനമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മാറ്റുമായിരിക്കും. നമ്മൾ പറയുമല്ലോ, നമുക്കൊരു ഏജ് കഴിയുമ്പോൾ നമ്മൾ പല ആൾക്കാരുമായിട്ടുള്ള സംസാരങ്ങൾ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും, നമ്മൾ നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റുന്നു. പക്ഷെ എനിക്ക് മാറ്റണ്ട, കാരണം എനിക്ക് ഇത്രയും ഓവറായിട്ടുള്ള ഈ പല പല കാര്യങ്ങൾ ഡിസ്കഷൻസ് അത് ഇത് അതിലേക്കൊന്നും എനിക്ക് പോകണ്ട. എനിക്ക് ആ പഴയ രീതിയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളത് ഞാൻ ബോധപൂർവ്വം എടുത്തൊരു തീരുമാനം ആയതുകൊണ്ട് എനിക്കത് ചെയ്യണതിൽ ഒരു കുഴപ്പം തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് പറഞ്ഞത്. പക്ഷെ അതിന് ആൾക്കാർ നിങ്ങൾ തെറ്റായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുകയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നോട്ട് വരാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ പുറത്തോട്ട് തള്ളുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിറ്റി ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ ജീവിക്കേണ്ടത്, എന്നെ പോലെ ആരും ജീവിക്കരുത്, അത് എനിക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ ഇഷ്ടമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ്, മനസ്സിലായില്ല? ആ ചോയ്സിന് മൂന്നാമതൊരാൾ കയറി ഇടപെടുന്ന അഭിപ്രായം പറയേണ്ട കാര്യമില്ല. സ്വാസിക ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, സ്വാസിക വേറെ ആർക്കും ഉപദ്രവം ഇല്ലാതെ സ്വാസിക ജീവിക്കുന്നു. പക്ഷേ സ്വാസിക ഇൻ ഫ്യൂച്ചർ അതൊന്നും വരാതിരിക്കട്ടെ, എന്തെങ്കിലും ഒരു കംപ്ലൈനിങ് ആയിട്ട് വന്നാൽ മനുഷ്യന്റെ ജീവിതം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈഫ് എങ്ങനെ പോകുന്നു പറയാൻ പറ്റില്ല. നാളെ ഞാനും സ്നേഹം ഇങ്ങനെ ഇരിക്കുന്നു, നാളെ ഓള് വേറെ കാറിൽ ഇരിക്കാം, ലൈഫാണ്. അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ പട്ടിയ? ഒരു സ്ത്രീയെ വേറൊരു സ്ത്രീയെ ഇങ്ങനെ ഞൊടിച്ചു വിളിച്ചാ വരുന്നുള്ള രീതിയിൽ അപമാനിച്ചു വിട്ടിരിക്കുകയാണ് നാട്ടുകാരെ. നിങ്ങളിത് കാണണം. ഒരു സ്ത്രീയാണ് ഏറ്റവും വലിയ ഇവള് ഇങ്ങനെ ഞൊടിച്ചു കാണിച്ചത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ എന്താണെങ്കിലും സ്വാസികന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, നമ്മൾ ജീവിക്കട്ടെ. പറഞ്ഞ പോയിന്റ് ഇതാണ്, ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് ഇനി സ്വാസിക പറയാണ് എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നാട്ടിൽ നേരെ ഉൾട്ടടിക്കും. സ്വാസിക ഉൾട്ടടിക്കുന്ന നാട്ടുകാര് ഒന്നും പൊങ്കാലിടും. കാരണം അങ്ങനെയാണ് സൊസൈറ്റി, പറഞ്ഞിട്ട് കാര്യമില്ല.
എന്താണ് അതിനിവിടെ പ്രോഗ്രസീവ്നെസ് ആണ് ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറയാൻ പറ്റൂലേ. ഇപ്പൊ എന്താ കാലം മാറി, ഹൈപ്പർ പ്രോഗ്രസീവ്നെസ്, ഹൈപ്പറാണ്. ഭയങ്കര ഹൈപ്പർ കാലം മാറി, ആളുകൾ ചിന്തിക്കാനുള്ള സാധനങ്ങളൊക്കെ മാറി. പ്രോഗ്രസീവ് ആവണം, അതുണ്ട്. പ്രോഗ്രസീവ് ഓക്കെയാണ്. പിന്നെ ഹൈപ്പർ പ്രോഗ്രസീവ് ഭയങ്കര കുറച്ച് ഈ പറഞ്ഞ പോലെ എന്താണ് പ്രോഗ്രസീവ് ആയിട്ട് നമ്മളെങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണ്ടേ ഫസ്റ്റ്. വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അതാണ്, വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അവരെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കാതെ നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവാണെങ്കിൽ അത് ഏത് ലെവൽ വരെ പോയാലും ഓക്കെയാണ്. നമ്മളെ ചുറ്റുപാട്, നമ്മളെ ജോബ്, നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്, നമ്മളെ ഇൻവോൾവ് ലൈക്ക് ഡെയിലി ഇതൊക്കെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതായത് ഇത് വെച്ചിട്ടല്ല, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമുള്ളതായിട്ട് പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ പ്രോഗ്രഷൻ കുറെ കാശ് വേണം. അത് അതൊരു ഫാക്ടാണ്, അതൊരു സത്യം. ഞാൻ ആ സത്യം തുപ്പുന്നു. പ്രോഗ്രസീവ് ആയി ജീവിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കൂ, അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. ഞാൻ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ആവരുതെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. ഫേക്ക് പ്രോഗ്രസീവ് ആണ്. ഷീ ഈസ് എ വെരി ഫേക്ക് പ്രോഗ്രസീവ്. ഓക്കെ ബൈ.